പാണഞ്ചേരിയെ ത്രിവർണ്ണക്കടലാക്കി യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഷോ. ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും പൊതുസമ്മേളനവും നടത്തി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുകയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ നേതാക്കൾക്ക് അധികാരത്തിന്റെ തിമിരം ബാധിച്ചുവെന്നും അഴിമതി കണ്ടെത്തുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്താനും പുറത്താക്കാനുമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നവർ താല്പര്യം കാണിക്കുന്നതെന്നും എന്നാൽ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നവരെ ചേർത്ത് പിടിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് നേതൃത്വം നൽകുന്ന UDFും എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിസൻ സണ്ണി, ജോസ് ഹ്യൂബർട്ട്, അനൂപ് കീരംകുന്നത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു KV, DCC സെക്രട്ടറി KC അഭിലാഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ഷിബു പോൾ, ലീലാമ ടീച്ചർ, ബാബു തോമസ്, റോയ് കെ ദേവസി കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെ നേതാക്കളും ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്തു. നമ്മളുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിലും പത്തനംതിട്ട ജില്ലാ ശ്രീനാദേവി കുഞ്ഞമ്മയും കടനയിക്കുന്ന റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ഈ വാഹനത്തിന്റെ കൈപ്പറ്റി അടയാളത്തിൽ അമർത്തി എൺപത്തിരിൽ ഭയങ്കരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട മനസ്സിന്റെ അംഗീകാരം ഐക്യത്തിന്റെ സമാധാനത്തിന്റെ സത്യത്തിന്റെ വികസനത്തിന്റെ പുരോഗതിയുടെ വളർച്ചയുടെ ഉയർച്ചയുടെ ചിഹ്നമായ അടയാളത്തിലേക്ക് കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന സമാധാനത്തിന്റെ സത്യത്തിന്റെ പുരോഗതിയുടെ വികസനത്തിന്റെ വളർച്ചയുടെ ചിഹ്നമായ അടയാളത്തിലേക്ക് ആയിരം അഭിവാദ്യങ്ങൾ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, അഭിവാദ്യങ്ങൾ 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 ശ്രീനാദേവിക്ക് അഭിവാദ്യങ്ങൾ ശ്രീനാദേവിക്ക് അഭിവാദ്യങ്ങൾ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ആധിപത്യ മുന്നണി അദ്ദേഹം കടന്നുപോയിരുന്നു. കേരളത്തിൽക്കറിയാം ഈ മത്സരിച്ചു സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെയും കഴിഞ്ഞ 10 വർഷക്കാലവും ഐക്യജനാധിപത്യ മുന്നണി ഈ നാടിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ഏറ്റവും നിലവാരമുള്ള രാഷ്ട്രീയ ഔന്നത്യമുള്ള വിമർശനങ്ങൾ സഹിഷ്ണുതയോടുകൂടി ഉന്നയിച്ചും ആ വിമർശനങ്ങളെല്ലാം ഈ നാട്ടിലെ ഓരോ വിഭാഗം ജനതയ്ക്കും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിക്കണം എന്നുള്ള ആവശ്യപ്പെടുത്തലോടുകൂടിയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷം എന്ന് പറയുന്ന വാക്കിൽ നിന്നും അതിന്റെ ആശയത്തിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നുമൊക്കെ ഏറെ വ്യതിചലിച്ചുകൊണ്ട് സഞ്ചരിച്ച നാടാണ് കേരളം. ഒല്ലൂർ ഒരുപക്ഷെ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം എന്നുള്ള നിലയ്ക്കും റവന്യൂ വകുപ്പിലെ ഡിജിറ്റൽ സർവേ ഉൾപ്പെടെയുള്ള
പ്രവർത്തനങ്ങളുടെ വലിയ നേട്ടമായി കാണിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാത്തിന്റെയും പിന്നകങ്ങളിലുള്ള അഴിമതിയെക്കുറിച്ച് കോടതി വരെ ഇടപെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി ഒരിടത്തേക്ക് ചൂണ്ടിക്കാട്ടി ഇവിടെ അഴിമതി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവിടെ അഴിമതി ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ആ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ഒക്കെ അസഹിഷ്ണുതയോടുകൂടി ജനാധിപത്യത്തെ സമീപിക്കുന്ന ശൈലിയും എല്ലാം തന്നെ ഒരു നാട്ടിലെ ജനാധിപത്യപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രബുദ്ധത അവകാശപ്പെടാൻ സാധിക്കുന്ന കേരളത്തിന്റെ, പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ മണ്ണിൽ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ നയങ്ങളും ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. കൂടിയും പരിപാലനമായും കൈ ഇടപെടലുകൾ കൊണ്ട് നമ്മളെ വ്രണപ്പെടുത്തുന്ന രീതി ഇങ്ങനെ എണ്ണിയതിൽ ഇവിടെ ഒരു